സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ഏറെ ദൂരെ അലഞ്ഞു ഞാൻ നിന്റെ സന്നിധി വിട്ടകന്നപ്പോ, പേരു ചൊല്ലി വിളിച്ചു നീ എന്നെ ഓടി വന്നു പുണർന്നല്ലോ. ഏറെ ദൂരെ അലഞ്ഞു ഞാൻ നിന്റെ സന്നിധി വിട്ടകന്നപ്പോ, ചൊല്ലി വിളിച്ചു നീ എന്നെ ഓടി വന്നു പുണർന്നല്ലോ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ മൃത്യുവിങ്കൽ വലഞ്ഞപ്പോ, ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ നിന്റെ ജീവൻ നൽകി എനിക്കായി. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ മൃത്യുവിങ്കൽ വലഞ്ഞപ്പോ, ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ നിന്റെ ജീവൻ നൽകി എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യം. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോനയുടെ അടയാളം, അതിനെക്കുറിച്ച് ഇതിന് മുൻപൊരവസരത്തിൽ ഒന്ന് സൂചിപ്പിച്ചു പോയത് നിങ്ങൾ പക്ഷേ ഓർക്കുമായിരിക്കും. യോനയുടെ അടയാളം. യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നു. 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. യോനായെ വഹിച്ചുകൊണ്ട് ഈ മത്സ്യം ഓട്ടം തുടങ്ങി. മഹാമത്സ്യം, വേദപുസ്തകം പറയുന്ന വാക്ക് മഹാമത്സ്യം എന്നാണ്. തിമിംഗലമായിരിക്കാം, കടലാനിയായിരിക്കാം, എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു മഹാമത്സ്യം. ഏതായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചില പ്രത്യേക സവിശേഷതകളുള്ളൊരു മത്സ്യമാണത്. അതിൻ്റെ ആമാശയത്തിൽ ഓക്സിജൻ ബ്ലാഡറുണ്ട്, പ്രാണവായു സംഭരിച്ചിരിക്കുന്ന അറയുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ആ ആമാശയത്തിൽ ഏതെങ്കിലും ജീവി എന്നാൽ ശ്വാസോച്ഛ്വാസം ചെയ്യാം, പ്രാണവായു കിട്ടും, ചത്തുപോവില്ല. ഈ മഹാമത്സ്യത്തെ തന്നെ ജീവനുള്ള ദൈവം പ്രവാചകനെ ഏറ്റുവാങ്ങാനാക്കി. ജീവൻ പ്രദാനം ചെയ്യാൻ മതിയായ സാഹചര്യമുള്ളതും അതിനുള്ളതായ സാധ്യതയുള്ളതുമായ മഹാമത്സ്യത്തെ ദൈവം കരുതി. നാം തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടെ, അനുതാപത്തോടെ, കുറ്റബോധത്തോടെ, മാനസാന്തരത്തോടെ പാപം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏറ്റുവാങ്ങാൻ പരിശുദ്ധാത്മാവിനെ നിയമിക്കും. പരിശുദ്ധാത്മാവ് വന്ന് നിന്നു കഴിഞ്ഞു. ഈ മഹാമത്സ്യം എത്ര നേരമായി ആ മെഡിറ്ററേനിയൻ കടലിൻ്റെ ആഴത്തിൽ നിൽക്കുന്നത്? വായു വിളർന്ന് നിൽക്കുകയാണ്. പ്രവാചകൻ ഈ ദൈവപുരുഷൻ വരുന്നത് കാത്ത്, അനുദപിക്കുന്നൊരു പാപി വരുന്നത് കാത്ത് ഈ മഹാമത്സ്യം വായു വിളർന്ന് നിൽക്കുന്നു. പ്രവാചകൻ നേരെ ചെന്ന് ഈ മത്സ്യത്തിൻ്റെ വായിലേക്കാണ് വീഴുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒന്നും യാദൃച്ഛികമല്ല. ഈ മഹാമത്സ്യം വായ പിളർന്ന് നിന്നിടത്തേക്ക് ആ കപ്പൽ പോയ ചാലിൽ കപ്പൽ നീങ്ങുന്നതിനൊത്ത് ഈ മഹാമത്സ്യം താഴെ ആഴിയുടെ അഗാധതയിലൂടെ നീങ്ങുന്നു. പ്രവാചകനെ എടുത്ത് എഴിയുന്ന ആ സ്ഥാനത്ത് തന്നെ മഹാമത്സ്യം വായ പിളർന്ന് നിൽക്കുന്നു. ഒന്നും യാദൃച്ഛികമല്ല. അനുദപിക്കുന്നൊരു ദൈവ പൈതലിന് വേണ്ടി സ്വർഗം എല്ലാം ക്രമീകരിച്ച് തരും. നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ. നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായൊരു പശ്ചാത്താപത്തിലേക്ക്, യഥാർത്ഥമായൊരു മനന്തിരിവിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റുവാങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വീകരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ വിഴുങ്ങും. എന്നാൽ പരിശുദ്ധാത്മാവിന് ദുഃഖം നേരിടത്തക്കവണ്ണമുള്ളതായ ഒരു കൊള്ളരുതാത്ത ജീവിതമാണ് യോനാ പ്രവാചകൻ്റേത്. അതുകൊണ്ടാണ് ഈ മത്സ്യം യോനാ പ്രവാചകനെ വഹിച്ചുകൊണ്ട് അങ്ങ് ഓട്ടം തുടങ്ങിയത്. മെഡിറ്ററേനിയൻ കടലിൽ കൂടി നേരെ പടിഞ്ഞാറോട്ട് ഓടി അങ്ങ് പടിഞ്ഞാറേ അറ്റത്ത് യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്നതായ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് ജിബ്രാൾട്ടർ കടലെടുക്ക കടന്നു. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചു. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കൂടെ നേരെ തെക്കോട്ട് ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരം പറ്റി ഓടി ഈ മത്സ്യം കുതിച്ച് പായുകയാണ്. അങ്ങ് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി നേരെ വടക്കോട്ട് ഓടി ആഫ്രിക്കയുടെ കിഴക്കേ തീരം പറ്റി വടക്കോട്ട് ഓടി ചെന്നു. ചെങ്കടൽ കടന്നു. അങ്ങ് നിനവേ തീരത്ത് ഈ മത്സ്യം എത്തി. 3 പകലും 3 രാവും കൊണ്ട് 5000-ലേറെ മൈൽ സഞ്ചരിച്ച് ഈ മത്സ്യം ഇത്രയും ദൂരം സഞ്ചരിച്ച് നിനവയുടെ തീരത്ത് യോനാ പ്രവാചകനെ ഛർദ്ദിച്ചു. സഹോദരങ്ങളെ, എന്തൊരു ബദ്ധപ്പാടാണ് ഈ മത്സ്യം ചെയ്തത്. ഈ മത്സ്യത്തിന് ഇത്രയും വെപ്രാളം വരാൻ കാരണം എന്താണ്? ഞാൻ ഇങ്ങനെ അത് ചിന്തിക്കട്ടെ, എൻ്റെ എളിയ ബുദ്ധിയിൽ അങ്ങനെ ചിന്തിക്കട്ടെ. എൻ്റെ കർത്താവേ, നാളുകളായി എന്നെ വഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ വേദനയും പേറി ഓടിയിട്ട് നാളുകളായി എൻ്റെ പല സ്വഭാവങ്ങളും സഹിച്ചുകൊണ്ട് എൻ്റെ
കടുപ്പമുള്ള സ്വഭാവം സഹിച്ചുകൊണ്ട്, എൻ്റെ റഫ്നെസ് സഹിച്ചുകൊണ്ട്, എൻ്റെ പരുക്കൻ പ്രകൃതി സഹിച്ചുകൊണ്ട്, എൻ്റെ കർത്താവെ, ഈ മഹാമത്സ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാളുകളായി ഓടുകയായിരുന്നല്ലോ. എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള യത്നമായിരുന്നല്ലോ. എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ, എന്നെക്കുറിച്ച് ദൈവം കണ്ടിരുന്നതായ ശുശ്രൂഷ തയ്ക്കാൻ, എന്നെക്കുറിച്ച് ദൈവം കണ്ടിരുന്നതായ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം അധ്വാനിച്ച് ഓടുകയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ, ഈ വാക്കുകളെ ഈ ജീവനുള്ള ദൈവം കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ കർത്താവെ, ഈ വാക്കുകളെ എൻ്റെ അരികത്ത് നിന്നുകൊണ്ട് കർത്താവ് കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഞാനും ചിന്തിക്കുകയാണ്, ഞാൻ ഈ പറഞ്ഞ വാക്കുകളും എൻ്റെ ദൈവം കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ നിങ്ങളോട് പറയട്ടെ, ഈ ദൈവം നിങ്ങളെ വഹിച്ചുകൊണ്ട് നടന്നു. ഇത്രയും കാലം നിങ്ങളെ ചുമന്നുകൊണ്ട് നടന്നു. അവൻ സഹിച്ചുകൊണ്ട് നടന്നു. നിങ്ങളുടെ കോപപ്രകൃതി അവൻ സഹിച്ചു. നിങ്ങളുടെ വാശിയും പിണക്കവും അവൻ സഹിച്ചു. നിങ്ങളുടെ വഴക്കും പിണക്കവും അവൻ സഹിച്ചു. നിങ്ങളുടെ കൊള്ളരുതാത്ത സ്വഭാവങ്ങൾ അവൻ സഹിച്ചു. എല്ലാം കണ്ടു, എല്ലാം സഹിച്ചു. അവനൊരിക്കലും നിങ്ങളെ താഴെയിട്ടില്ല. അവൻ നിങ്ങളെ ഈ സമുദ്രത്തിൽ ഛർദ്ദിച്ച് കളഞ്ഞില്ല. എത്തേണ്ടടുത്ത് എത്തിക്കാൻ വേദന സഹിച്ചുകൊണ്ട് അവൻ ചുമന്ന് നടന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊരു സെക്കൻഡ് നേരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അടുക്കൽ നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയണം, കർത്താവേ, ഇത്രയും വർഷം നീ എന്നെ ചുമന്നുകൊണ്ട് നടന്നല്ലോ, എന്നെ നീ വഹിച്ചുകൊണ്ട് നടന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ അനുസരണക്കേടുകൾ വന്നു. എൻ്റെ ജീവിതത്തിൽ പൊറുക്കാൻ വയ്യാത്ത തെറ്റുകൾ സംഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയി. കർത്താവേ, ഞാൻ എണ്ണിയാൽ തീരില്ല. കർത്താവേ, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ. എൻ്റെ കർത്താവേ, ഞാൻ എണ്ണിയാലും തീരാത്ത പാപങ്ങൾ. ഇന്നെല്ലാം ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഓർമ്മയുള്ളതെല്ലാം ഞാൻ ഏറ്റുപറയുന്നുണ്ട്. എങ്കിലും എൻ്റെ പാവങ്ങൾ മാറുന്നില്ല. എൻ്റെ രക്തത്തിൽ ഇന്നും പാവപ്രകൃതിയുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ ഇന്നും മാലിന്യമുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ ദുശാഠ്യങ്ങൾ, ആർക്കും കീഴടങ്ങാൻ മനസ്സില്ലാത്ത പ്രകൃതങ്ങൾ, എപ്പോഴും വചനത്തോട് മറുതലിക്കുന്ന സ്വഭാവങ്ങൾ, പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്ന സ്വഭാവങ്ങൾ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നും പലതും കർത്താവേ, ഓരോന്ന് ഞാൻ ഓർക്കുമ്പോൾ ഞാനിപ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. ഞാൻ വേദനയോടെ തല കുമ്പിടുന്നു. കർത്താവേ, ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് മുഖം പൊത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പണ്ട് ഇയ്യോബ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാനിപ്പോൾ ഞാൻ അരിഷ്ടതയോടെ കർത്താവേ, എന്നെ തന്നെ ഞാൻ വെറുക്കുന്നു. ഞാൻ പൊടിയിലും ചാരത്തിലും കൂടെ അനുദപിക്കുന്നു. ഞാൻ ഇനി മിണ്ടുകയില്ല. കർത്താവേ, ഞാൻ നിന്നോട് സംസാരിച്ചു, നിന്നോട് വാദിച്ചു, ഞാൻ നിന്നോട് തർക്കിച്ചു. ഇനി ഞാൻ മിണ്ടുകയില്ല. എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ ചോദ്യം ചെയ്തു. ഇനി ഞാൻ മിണ്ടുകയില്ല. കർത്താവേ, എൻ്റെ ദൈവമേ, ഇനി എനിക്കൊന്നും പറയാനില്ല. കർത്താവേ, ഞാൻ ഇത്രയും കാലം നിന്നോട് മത്സരിച്ച് വാദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ന്യായീകരണത്തിൽ മുഴുകിയിരുന്നു. എനിക്ക് കുറ്റബോധമില്ലാതെ ഞാൻ തർക്കിച്ചും വാദിച്ചും കൊണ്ടിരുന്നു. ദൈവമേ, എനിക്ക് ന്യായീകരണങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണാലെ കാണുന്നു. കുറ്റബോധം കിട്ടിയപ്പോഴാണ് സ്വന്തം കണ്ണാൽ നിന്നെ ഞാൻ കാണുന്നത്. ഇതുവരെയും നിന്നെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നിന്നെക്കുറിച്ച് ഒരു കേട്ടുകേൾവി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണാലെ നിന്നെ കാണുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം ഒടുവിലത്തെ അധ്യായം 42-ാം അധ്യായം എടുക്കൂ. ആദ്യ ഭാഗം ഒന്ന് വായിക്കൂ. ഇയ്യോബ് ദൈവത്തോട് വാദിച്ച മനുഷ്യനാണ്. ദൈവത്തോട് തർക്കിച്ച മനുഷ്യനാണ്. ദൈവത്തോട് വാഗ്വാദം ചെയ്ത മനുഷ്യനാണ്. എനിക്ക് എന്തുകൊണ്ടിങ്ങനെ വന്നു? ഞാൻ നീതിമാനല്ലേ? എൻ്റെ കണ്ണുമായി നിയമം ചെയ്തവനല്ലേ? അന്യസ്ത്രീയെ നോക്കാതെ ജീവിച്ചവനല്ലേ? ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നില്ലേ? ഞാൻ നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചവനല്ലേ? എനിക്കെന്തുകൊണ്ട് ഈ അപകടങ്ങൾ വന്നു? എനിക്കെന്തുകൊണ്ട് ഈ അനർത്ഥം വന്നു? എനിക്കെന്തുകൊണ്ട് ഈ വലിയ വിഷമതകൾ വന്നു? എനിക്കെന്തുകൊണ്ട് ഈ ആപത്തുകൾ വന്നു? എൻ്റെ കുടുംബത്തിന് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നത്? ദൈവമേ, നീ എന്തുകൊണ്ടാണ് ഈ കൊടുങ്കാറ്റ് അനുവദിച്ചത്? ഇയ്യോബ് ദൈവത്തെ ചോദ്യം ചെയ്തു. ദൈവത്തോട് മത്സരിച്ച് ഇയ്യോബ് ചിന്തിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് ഇയ്യോബ് ദൈവത്തെ ചോദ്യം ചെയ്തു. എന്നാൽ ദൈവം ഇയ്യോബിനോട് കൊടുങ്കാറ്റിൽ കൂടി സംസാരിച്ചു, ചുഴലിക്കാറ്റിൽ കൂടി സംസാരിച്ചു. ദൈവം സ്വർഗീയ ശബ്ദത്താൽ ഇയ്യോബിനോട് ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം ഒടുവിലത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ ഇയ്യോബിനോട് പറഞ്ഞത് എന്തെന്നാൽ ഇന്ന് നമുക്ക് കാണാം. ചുഴലിക്കാറ്റിൽ ദൈവം സംസാരിച്ചു. ദൈവജനമേ, ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളോട് വചനത്തിൻ്റെ ചുഴലിക്കാറ്റിൽ സംസാരിക്കുകയാണ്.
നിങ്ങളെല്ലാം വിനയപ്പെട്ടുള്ളൂ. എന്താണ് യോബ് വിനയപ്പെട്ടത്? വായിക്കാം. 42-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അതിനെ യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവനാര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കർത്താവേ, എനിക്ക് അറിഞ്ഞുകൂടാതെ അത്ഭുതകരമായത് ഞാൻ തിരിച്ചറിവില്ലാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. കർത്താവേ, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇപ്പോഴോ ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു. എൻ്റെ ദൈവമേ, ഈ ആപത്തെല്ലാം വന്നത് നന്നായി. എനിക്ക് നിന്നെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ. ഈ വലിയ ദുഷ്കൃതങ്ങൾ സംഭവിച്ചത് നന്നായി. എനിക്ക് നിന്നെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ. ഈ വലിയ ദുരന്തങ്ങൾ എൻ്റെ കുടുംബത്തിൽ വന്നത് നന്നായി. എനിക്ക് നിന്നെ നേരിട്ട് കാണാനിടയായല്ലോ. എനിക്ക് കുറ്റബോധം കിട്ടിയല്ലോ. മുമ്പേ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് സത്യമായും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അനുതാപം വരും. നിങ്ങൾക്ക് അനുതപിച്ച് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു പറയത്തക്കവണ്ണമുള്ളതായ അരിഷ്ടത നിങ്ങൾക്ക് ലഭിക്കും. അത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഭാഗ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുകൂടെ പറയട്ടെ. നിങ്ങളുടെ അരികത്ത് യേശുക്രിസ്തു നിൽക്കുന്നതെന്ന് നിങ്ങൾ ഇപ്പോൾ ധ്യാനിക്കണം. കർത്താവ് നിങ്ങളോട്, അവൻ ഹൃദ്യമായി നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ധ്യാനിക്കണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നു എന്ന് നിങ്ങൾ ധ്യാനിക്കണം. മകനെ, ഇത്രയും കാലം ഞാൻ നിന്നെ വഹിച്ചു. മകളെ, ഇത്രയും കാലം ഞാൻ നിന്നെ ചുമന്നു. ദൈവത്തിന് സ്തോത്രം. ആ മഹാമത്സ്യം ദൈവപുരുഷനെ വഹിച്ചുകൊണ്ട് 5000 മൈൽ 3 ദിവസം കൊണ്ട് സഞ്ചരിച്ച് തീർത്തു. ഓടി, കലശലായ വേഗതയോടെ ഓടി, വളരെ ദ്രുതഗതിയിൽ ഓടി 5000 മൈൽ സഞ്ചരിച്ച് തീർത്തു. ദൈവത്തിന് സ്തോത്രം. എന്തിന്? എത്തേണ്ടടുത്ത് എത്തിക്കാൻ. എനിക്ക് ഇന്ന് നിങ്ങളോട് ഊന്നി പറയാനൊരു കാര്യമേ ഉള്ളൂ. നിങ്ങളെത്തേണ്ടടുത്ത് എത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം ആവലോടെ നിൽക്കുകയാണ്. എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നിടത്ത് നിങ്ങൾ എത്തിക്കാൻ ദൈവം പരിശ്രമിക്കുകയാണ്. നിങ്ങളാരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് വന്നു, പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു, പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറുത്തു വന്നു, അത്യന്തം പ്രയാസകരമായ ദുർഘടങ്ങളിലൂടെ നിങ്ങൾ കടക്കേണ്ടി വന്നു, ചില രോഗങ്ങൾ നിങ്ങൾക്ക് വന്നു. നിങ്ങളുടെ ഹൃദയമെന്ന് ഉരുകുകയാണ്, ജീവിതമാകെ തിളച്ച് മറിയുകയാണ്, കുടുംബമാകെ കലങ്ങിയിരിക്കുകയാണ്. പല പ്രശ്നങ്ങളാൽ നിങ്ങൾ ആവലാതി കൊണ്ട് വിഷമിക്കുകയാണ്. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ വയ്യാതെ നിങ്ങൾ സങ്കടപ്പെട്ട് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയട്ടെ, ഇതെല്ലാം നന്മയ്ക്കാക്കി മാറ്റി നിങ്ങൾക്കൊരു സത്യ അനുതാപം തരാൻ സ്വർഗത്തിലെ ദൈവം അധ്വാനിക്കുകയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തിക്കണം. നിങ്ങൾക്ക് അനുതാപം കിട്ടിയിട്ട് വേണം എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തിക്കാൻ. ഈ വലിയ ഭാരം വഹിച്ചുകൊണ്ട്, ഈ വലിയ ചുമട് ചുമന്നുകൊണ്ട് രക്ഷകൻ ഇതാ നിങ്ങളെ പേറിക്കൊണ്ട് ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവനുള്ള ദൈവം നിങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന ഈ യാത്രയിൽ നിങ്ങളെയും ചുമന്നുകൊണ്ട് പോകുന്നു നിങ്ങൾക്കറിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ ആ ചിത്രം കാണുകയാണ്, ആ മനോഹരമായ കാര്യം ഞാൻ ഭാവനയിൽ കാണുകയാണ്. നിങ്ങളെയാണ് വഹിക്കുന്നത് നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടിയാണ് അവനെ കുരിശ് ചുമക്കുന്ന അറിയുമ്പോൾ, ഒന്നും കൃത്യമായി അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും കുറേനക്കാരനായ ശീമോൻ ആ കുരിശിൻ്റെ അറ്റം താങ്ങിയതുപോലെ നിങ്ങളും ചേർന്ന് നടന്ന് ആ കുരിശിൻ്റെ അറ്റം താങ്ങാൻ നിങ്ങൾ തയ്യാറാകും. ദൈവത്തിന് സ്തോത്രം. ഈ കാലയളവിൽ ഈ ചലഞ്ച് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങാൻ നിങ്ങൾ ആരെഴുന്നേറ്റ് വരും? ദൈവത്തിന് സ്തോത്രം. കുരിശും പേറിയതാ രക്ഷകൻ നടന്നു കയറുന്നു, ഗോകുൽത്താ കുന്ന് കയറുന്നു. കാൽവരി മലയുടെ മുകളിലേക്ക് യേശുനാഥൻ കുരിശും പേറി പോകുന്നു. ഭാരമേറിയ കുരിശ്, ചുമലിരിക്കുന്ന കുരിശ്, ആ ഭാരമേറിയ കുരിശ് ഒന്നുകൊണ്ട് പോകുമ്പോൾ യേശുവിൻ്റെ ചുമല് താണു പോകുന്നു, കാല ഇടറിപ്പോകുന്നു, ശരീരം വേച്ചു പോകുന്നു. യേശുവിന് താങ്ങാൻ വയ്യാത്ത അത്ര ഘനമേറിയ കുരിശാണ്. ആ കുരിശ് ചുമൽ വെച്ചുകൊണ്ട് യേശു വീഴുന്നു, മുട്ടുകുത്തി വീഴുന്നു. മുട്ടുമേൽ നിന്ന് കുരിശോടുകൂടി പൊങ്ങാൻ നോക്കുന്നു, പൊങ്ങുന്നില്ല.
അപ്പോൾ ചാട്ടവാർ പുറത്ത് ആഞ്ഞു വീഴുന്നു. പടയാളികൾ യേശുവിനെ ആഞ്ഞടിക്കുന്നു. പ്രഹരം കൊണ്ട് ശരീരം വിണ്ട് കീറുന്നു. ചോര ചീറി തെറിക്കുന്നു. യേശുവിനെയും കുരിശെടുത്തുകൊണ്ട് പൊങ്ങാൻ നോക്കുന്നു. ഒരു വിധത്തിൽ പൊങ്ങിക്കൊണ്ട് പിന്നെയും നടക്കുന്നു. വേച്ച് വേച്ച് കുന്നു കയറുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും ഈ തലമുറയിലും ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കുരിശും പേറി പോകുന്ന യേശുവിനെ നിങ്ങൾ കാണുകയാണ്. അവൻ നിങ്ങളുടെ മുന്നേ നടക്കുകയാണ്. കുറേക്കാരനായ ശീമോനെ പോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊന്ന് ചേർന്ന് നിൽക്കാമോ? ചേർന്ന് നിങ്ങൾക്കൊന്ന് നിൽക്കാമോ? സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാമോ? എന്തിന് എന്നറിയാതെ കുറേക്കാരനായ ശീമോൻ ചേർന്ന് നിന്നു. എന്നാൽ നിങ്ങൾക്കറിയാം എന്തിനെന്ന് നിങ്ങൾക്കറിയാം. അവൻ കുരിശു വെക്കുന്ന എന്തിനെന്ന് നിങ്ങൾക്കറിയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആഫ്രിക്കയുടെ വടക്കേ തീരത്തുള്ള കുറേന എന്ന കുഗ്രാമത്തിലെ ആ സാധുവായ കൃഷിവലനായ മനുഷ്യന് അവൻ അറിഞ്ഞുകൂടായിരുന്നു എന്തിനാണ് ക്രിസ്തു ക്രൂശ് വഹിക്കുന്നതെന്ന്. എന്നാൽ നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപമാണ് പേറിയിരിക്കുന്നത് എന്ന്, നിങ്ങളുടെ ചുമടാണ് ചുമന്നിരിക്കുന്നത് എന്ന്, നിങ്ങളുടെ ഹീനതയാണ് അവൻ ചുമക്കുന്നത് എന്ന്, നിങ്ങളുടെ മ്ലേച്ഛതയാണ് അവൻ ചുമക്കുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പോൾ? നിങ്ങൾക്ക് ചേർന്ന് നടക്കാൻ പറ്റുമോ? ആ കുരിശിനോട് ചേർന്ന് നടക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ കുരിശിൻ്റെ അറ്റം ചുമക്കാൻ പറ്റുമോ? ഒന്ന് താങ്ങാൻ പറ്റുമോ? നാഥാ, ഞാനുണ്ട് ഇവിടെ. ഇതാ ഒരു പാവിയായ മനുഷ്യനുണ്ട് ഇവിടെ. ഇതാ ഒരു കുറ്റബോധമുള്ള മനുഷ്യനുണ്ട് ഇവിടെ. ഇതാ യേശുവേ, ഞാൻ കുറ്റബോധം കൊണ്ട് തകർന്ന മനസ്സോടെ ഒരാളിവിടെ ഉണ്ട്. കുരിശ് താങ്ങാൻ ഞാൻ വന്നുകൊള്ളട്ടെ. ഈ പരിപാവനമായ കുരിശ് എൻ്റെ അഴുക്കാണ് കരം കൊണ്ട് ഒന്ന് താങ്ങിക്കൊള്ളട്ടെ കർത്താവേ. അതിന് നീ എന്നെ അനുവദിക്കുമോ? നിങ്ങൾ ചേർന്ന് നടക്കൂ പ്രിയപ്പെട്ടവരെ. കുരിശിനെ നിങ്ങൾ താങ്ങാൻ വരൂ. നിങ്ങൾ ആ കുരിശിനെ താങ്ങിക്കൊണ്ട് അവനോട് വാക്ക് പറയൂ. യേശുവേ, ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. യേശുവേ, ഞാനിതാ വരുന്നു, എന്നെ കൈക്കൊള്ളണമേ. യേശുവേ, ഞാനിതാ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. കുരിശിൻ്റെ അറ്റം താങ്ങാൻ, എന്നെ ആവത് ചെയ്യുവാൻ ഞാനിതാ വരുന്നു. യേശുവേ, എന്നോട് നീ മനസ്സലിയണമേ. യേശു ഒരു ചെറുപുഞ്ചിരിയോടെ കുറേക്കാരനായ ശീമോനെ നോക്കി. വേദനയുടെ ആ പാരമ്യത്തിലും എൻ്റെ നാഥൻ കുറേനക്കാരനായ ശീമോനെ ഒന്ന് നോക്കി. അങ്ങനെയെല്ലാം ഞാൻ ധ്യാനിക്കും. ദൈവത്തിന് സ്തോത്രം. കുറേനക്കാരനായ ശീമോൻ മതി ആശ്വാസമായി, ആ സ്നേഹമസൃണമായ നോട്ടം. ദൈവമക്കളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ആ സ്നേഹം നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ വിശ്വസിക്കുന്നു. ആ സ്നേഹമസൃണമായ കണ്ണുകൾ, നിറകണ്ണുകളാൽ അവൻ എന്നെ നോക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വാത്സല്യം നിറഞ്ഞ കണ്ണുകൾ, ആ നിറകണ്ണുകൾ നിങ്ങളെ തലോടുന്നു. ആ നോട്ടം കൊണ്ട് നിങ്ങളെ തഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരൊറ്റ നോട്ടം മതിയല്ലോ ശീമോൻ പത്രോസിന് മാനസാന്തരം വരാൻ. ഒറ്റയ്ക്കൊരു നോട്ടം മതിയായിരുന്നല്ലോ ശീമോൻ പത്രോസിന് കുറ്റബോധം വരാൻ. കുഞ്ഞേ, നിനക്ക് കുറ്റബോധം വരുന്നുണ്ടോ? മോളെ, നിനക്ക് കുറ്റബോധം വരുന്നുണ്ടോ? യേശു നിന്നെ നോക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശീമോൻ പത്രോസ് യേശു നോക്കിയപ്പോൾ ആ വാത്സല്യം ഊർന്ന നോട്ടത്തിൽ, ദുഃഖതപ്തമായ നോട്ടത്തിൽ, ദുഃഖം കിനിഞ്ഞുന്ന നോട്ടത്തിൽ ശീമോൻ പത്രോസ് അനുഭവിച്ചു. അവന് തെറ്റുപറ്റിയെന്ന് ബോധ്യമായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും യേശുവിനെ നിങ്ങളൊന്ന് കാണുവീൻ. യേശുവിൻ്റെ നോട്ടം നിങ്ങളൊന്ന് കാണുവീൻ. നിങ്ങളുടെ അരികത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്ന നോട്ടത്താൽ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന രക്ഷകനെ നിങ്ങളൊന്ന് കാണുവീൻ. അവനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. കർത്താവേ, ഈ ആയുസ് ഇനി മുതൽ നിനക്കാണ്. യേശുവേ, ഈ ശരീരം ഇനി മുതൽ നിനക്കാണ്. ഈ മനസ്സ് നിനക്കാണ്. ഈ ഹൃദയം നിനക്കാണ്. ഈ പ്രാണൻ നിനക്കാണ്. ഈ ആയുസ് നിനക്കാണ്. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. എൻ്റേതൊന്നുമില്ല കർത്താവേ. എൻ്റേതായിട്ടുള്ളതെല്ലാം ഞാൻ നിനക്കിതാ അടിയറ വയ്ക്കുകയാണ്. ഞാനിതാ എഴുതി തരികയാണ്. ഞാനിതാ ഏൽപ്പിച്ച് തരികയാണ്. ഞാൻ കൈമാറ്റം ചെയ്യുകയാണ്. ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എൻ്റെ ആയുസ് ഇതാ കൈമാറുന്നു. ഇതുവരെ ഞാൻ പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ആയുസ്, ഇതുവരെ എൻ്റേതെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതം നിൻ്റെ കൈകളിലേക്ക് ഞാൻ കൈമാറുകയാണ് കർത്താവേ. ഞാനിതാ ഏൽപ്പിച്ച് തരികയാണ്. ഇപ്പോൾ നീ ഏറ്റെടുക്കുമല്ലോ, എന്നെ നീ സ്വീകരിക്കുമല്ലോ, എൻ്റെ മേൽ നിന്റെ കൃപ പകരുമല്ലോ, നിന്റെ തീജ്വാല എൻ്റെ മേൽ ഇറങ്ങുമല്ലോ, നിന്റെ തീക്കട്ട എൻ്റെ മേൽ വാരി എറിയുമല്ലോ, തീ പൊരി എൻ്റെ മേൽ ചിതറി തറിക്കുമല്ലോ. യേശുവേ, സ്വർഗത്തിന് തീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. സ്വർഗത്തിൻ്റെ അഗ്നിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ എൻ്റെ കർത്താവിൻ്റെ സ്വഭാവമുള്ളവനാക്കി തീർക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ? യേശു അടുത്ത് കിട്ടിയിരിക്കുന്ന സമയമല്ലേ? അടുക്കൽ യേശു വന്നിരിക്കുന്ന സമയമല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഇപ്പോൾ നീ എൻ്റെ ഈ സമർപ്പണം സ്വീകരിച്ചുകൊണ്ട് എൻ്റെ രോഗമുള്ള ഭാഗത്ത് നിൻ്റെ കൈ ഒന്ന് വെക്കണേ കർത്താവേ. നിൻ്റെ ആ തിരക്തം ഒന്ന് പുരട്ടണേ. രോഗമുള്ള ഭാഗത്ത്, ഹല്ലേലൂയ, എൻ്റെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത്, എൻ്റെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് നിൻ്റെ കൈ ഒന്ന് വെക്കണമേ. നീ എൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്ന സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല കർത്താവേ. അടുക്കൽ കിട്ടിയിരിക്കുന്ന സമയം
നഷ്ടപ്പെടുത്താതെ ഞാൻ നിന്നോട് യാചിക്കുകയാണ്. എൻ്റെ കോപമുള്ള മനസ്സിൽ നിൻ്റെ തിരുരക്തം പുരണ്ട ആ കരമൊന്ന് വെക്കണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ദൈവമേ വാശിയും വഴക്കും പിണക്കവും അശുദ്ധിയും അഹങ്കാരവുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ കൈയൊന്ന് തൊടണമേ കർത്താവേ. തിരുരക്തം തൊടുവിക്കണമേ കർത്താവേ. എൻ്റെ ദുസ്വഭാവങ്ങൾ മാറ്റണമേ. യേശുവിൻ്റെ സ്വഭാവം തരണമേ. യേശുവിൻ്റെ ഹൃദയം തരണമേ. യേശുവിൻ്റെ മനസ്സ് തരണമേ. യേശുവിൻ്റെ മനോഭാവം തരണമേ. യേശുവിൻ്റെ ഭാവം തരണമേ. യേശുവേ, നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ നീ ജീവിക്കണമേ. എന്നിൽ നീ വാഴണമേ. എന്നിൽ വസിപ്പാനല്ലയോ നീ കുരിശിൽ തന്നെ തന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, യോനാ പ്രവാചകനെ വഹിച്ചുകൊണ്ട് ഈ മത്സ്യം ഓടി അവിടെ കൊണ്ടുചെന്ന് അവിടെ ആ നിനവയുടെ തീരത്ത് ശ്രദ്ധിച്ചു. എൻ്റെ ദൈവമേ, ഉടയമ്പരാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിച്ചല്ലോ. എന്തൊരതിശയം! ദൈവം വരാൻ കൽപ്പിച്ച സ്ഥലത്ത് തന്നെ ദൈവം യോനായി എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് വളരെ നിയതമായൊരു സ്കീമുണ്ട്, വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. അവിടെ തന്നെ നിങ്ങൾ എത്തിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം ഗ്യാരൻറ്റീഡാണെന്ന് ഞാൻ പറയാറില്ലേ? എങ്ങനെയാണ് ഗ്യാരൻറ്റീഡ് ആകുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഗ്യാരൻറ്റി കിട്ടുന്നത്? കാരണം മറ്റൊന്നുമല്ല, അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അച്ചാരം, ഈ അഡ്വാൻസ് നിങ്ങൾക്ക് തന്നിരിക്കുക. അഡ്വാൻസായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്ര തന്നിരിക്കുകയാണ്. അഡ്വാൻസായിട്ടൊരു മുദ്ര. എൻ്റെ കർത്താവിന് സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും, അഡ്വാൻസാണ്. എൻ്റെ ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ അഡ്വാൻസായി തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ അഡ്വാൻസായി തരുന്നത് കൊണ്ട് ഞാൻ, എൻ്റെ കർത്താവേ, ഇത് മുഴുവൻ നിനക്കായി ഞാനിതാ തരുന്നു. മുഴുവൻ ഈ ആയുസ്, ഈ ജീവിതം മുഴുവൻ, എൻറ്റയർ ലൈഫ്, ടോട്ടൽ പേഴ്സണാലിറ്റി മുഴുവൻ നിനക്ക് ഇതാ ഞാൻ തരുന്നു. ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല, എല്ലാം നിനക്ക് തന്നിരിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ തോന്നുന്നുണ്ടോ? കൊടുക്കാൻ കൊള്ളാവുന്നതിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമെങ്കിൽ ഭാഗ്യം. ഏറ്റുവാങ്ങാൻ മതിയായവൻ അടുക്കൽ വന്നിട്ടുണ്ട്. വിശ്വസിപ്പാൻ കൊള്ളാകുന്നവനെ ഏൽപ്പിച്ചാൽ നല്ലത്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കാൻ കൊള്ളാകുന്നവൻ, ഏറ്റുവാങ്ങുന്നവൻ കൈനീട്ടി നിൽക്കുകയാണ്. അവൻ്റെ കരം നീട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആരെല്ലാം വെച്ച് കൊടുക്കും? അവൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കും. ജീവിതം വെച്ച് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, ഈ വാക്കുകൾ എൻ്റെ കർത്താവേ, നിൻ്റെ മക്കൾ കേട്ടല്ലോ കർത്താവേ. നിൻ്റെ സാന്നിധ്യം മക്കൾ അറിഞ്ഞല്ലോ കർത്താവേ. എല്ലാവരെയും തലോടണമേ. രോഗങ്ങൾ മാറ്റണമേ. ബാധകൾ നീക്കണമേ. ശാപങ്ങൾ നീക്കണമേ. കെടുതികൾ നീക്കണമേ. എൻ്റെ കർത്താവേ, കുടുംബസമാധാനം അയക്കണമേ. ഇന്ന് ഉരുകിയിരിക്കുന്ന കുടുംബങ്ങളിൽ, നീറിപ്പടർന്നിരിക്കുന്ന ഹൃദയങ്ങളിൽ ആശ്വാസം കർത്താവെ വർഷിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യജീവന് വേണ്ടി ഒരുക്കണമേ. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ.